നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കന്യാംഗത്തിൽ തന്നെ ദളപതി വിജയ് നയിക്കുന്ന തമിഴക വെട്രിക്കഴകം കുതിച്ചുയരുകയാണ്. DMK കോട്ടയായ ചെന്നൈ ജില്ലയിൽ TVK തരംഗമാണുള്ളത്. തിരുച്ചി ഈസ്റ്റിൽ വിജയ്ക്കാണ് നിലവിൽ ലീഡ്. തമിഴ്നാട്ടിൽ ഞെട്ടിക്കുന്ന മുന്നേറ്റമാണ് TVK നടത്തുന്നത്. നിർണായക നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ ദളപതി വിജയ് തന്റെ രാഷ്ട്രീയ കന്യാംഗത്തിന്റെ വിധി കാത്തിരിക്കുന്ന അതേ ദിവസം തന്നെ നടി തൃഷ കൃഷ്ണന്റെ 43ാം ജന്മദിനവും എത്തിയിരിക്കുകയാണ്. വിജയുടെ രാഷ്ട്രീയ പാർട്ടി പ്രവേശനത്തിന് ശേഷം ആരാധകർ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു ഇരുവരും തമ്മിലുള്ള സൗഹൃദവും ഗോസിപ്പുകളും. വോട്ടെണ്ണൽ ദിനത്തിൽ തന്നെ തൃഷയുടെ ജന്മദിനം എത്തിയത് സോഷ്യൽ മീഡിയയിൽ വലിയ ആഘോഷമായി മാറിയിരിക്കുകയാണ്. തിരുപ്പതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരിക്കുകയാണ് തൃഷ. തൃഷയുടെ ജന്മദിനം, തമിഴ്നാട്ടിൽ വോട്ടെണ്ണൽ ദിനം എന്നിങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ കൂടിയുണ്ട് ഈ ദർശനത്തിന് പിന്നിൽ. ഇതിനിടയിലാണ് തിരുപ്പതി ക്ഷേത്ര ദർശനത്തിനെത്തിയ തൃഷയുടെ ചിത്രങ്ങൾ വൈറലാകുന്നത്. വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രിക്കഴകത്തിന്റെ ഔദ്യോഗിക പതാകയുടെ നിറമായ മഞ്ഞയും ചുവപ്പും ചേർന്ന ഷോൾ ധരിച്ചാണ് തൃഷ എത്തിയതെന്നതാണ് ആരാധകരും ആവേശത്തിലാഴ്ത്തുന്നത്. താരത്തിന്റെ ഈ സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് വിജയ്ക്കുള്ള പിന്തുണയാണോ എന്നാണ് നെറ്റിൽ സെൻസ് ഉറ്റുനോക്കുന്നത്. തൃഷയ്ക്കുള്ള വിജയുടെ പിറന്നാൾ സമ്മാനം തമിഴ്നാട് തന്നെയാകുമോ എന്ന ചോദ്യവുമായി ആരാധകർ ഈ യാദൃശ്ചികതയെ ആഘോഷമാക്കും. എക്സിറ്റ് പോളുകൾ വിജയ്ക്ക് അനുകൂലമായ സൂചനകൾ നൽകിയ സാഹചര്യത്തിൽ TVKയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് ഫലം രാജ്യം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. സിനിമയിലെ ഹിറ്റ് ജോഡികൾ ജീവിതത്തിലും രാഷ്ട്രീയത്തിലും ഒന്നിക്കുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ സജീവമാണെങ്കിലും വിവാദങ്ങൾക്ക് അതീതമായി തമിഴ് ജനത ആരെ തുണയ്ക്കുമെന്ന് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. വഴിപാടുകളും പ്രാർത്ഥനകളുമായി തൃഷ തിരുപ്പതിയിലെത്തിയതും വിജയുടെ വിജയത്തിന് വേണ്ടിയാണെന്നാണ് ആരാധക പക്ഷം. തൃഷയ്ക്ക് വിജയുടെ പിറന്നാൾ സമ്മാനമാണ് തമിഴ്നാട്. തൃഷയുടെ ഉള്ളം കൈയിലേക്ക് വിജയ് തമിഴ്നാട് വെച്ച് നൽകുമെന്ന് കമന്റുകൾ വരുന്നുണ്ട്. നടൻ വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് പിന്നാലെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നേരിട്ട വ്യക്തിയാണ് തൃഷ. തൃഷയുമായി വിജയ്ക്ക് വിവാഹേതര ബന്ധമുണ്ടെന്ന് ആരാധകർ ഉൾപ്പെടെ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇതിന്റെ സൂചനകൾ വിജയും തൃഷയും നൽകുകയും ചെയ്തു. എന്നാൽ ഗോസിപ്പുകളോട് തൃഷയോ വിജയോ പ്രതികരിച്ചിട്ടില്ല. വിജയ്ക്കൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട പേരാണ് തൃഷയുടേത്. നടി രാഷ്ട്രീയ രംഗത്തിലെങ്കിലും വിജയുമായി സൗഹൃദം എതിർ പാർട്ടികൾ ആയുധമാക്കിയിരുന്നു. വിജയുടെ ഭാര്യ സംഗീത വിവാഹമോചന ഹർജിയിൽ ഒരു നടിയെക്കുറിച്ച് പരാമർശിച്ചത് തൃഷയെ ഉദ്ദേശിച്ചാണ് എന്ന പ്രചാരണവും ഉണ്ടായി. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇത്തവണ വ്യത്യസ്തമാകുന്നത് വിജയുടെ സാന്നിധ്യത്തോടെ തന്നെയാണ്. നടൻ വിജയ് TVK എന്ന പാർട്ടി 2 വർഷം മുൻപാണ് രൂപീകരിച്ചത്. പാർട്ടി ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. വിജയ് 2 മണ്ഡലങ്ങളിൽ ജനവിധി തേടുന്നു എന്ന പ്രത്യേകതയുണ്ട്. തൃഷ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്നും വിജയ് മത്സരിക്കുന്ന 2 മണ്ഡലങ്ങളിൽ ഒന്നിന്റെ അധികാരം തൃഷയെ വിജയ് ഏൽപ്പിക്കുമെന്നും കുറേ നാളായി വാദം വരുന്നുണ്ട്. എന്നാൽ രാഷ്ട്രീയത്തോട് താല്പര്യമില്ല എന്ന തൃഷ നേരത്തെ വ്യക്തമാക്കിയതാണ്. വിജയും ഭാര്യ സംഗീതയും തമ്മിലുള്ള വിവാഹമോചന ഹർജി കോടതിയിലാണ്. ബന്ധം പിരിഞ്ഞ ശേഷം തൃഷയെ വിജയ് വിവാഹം ചെയ്യുമെന്നാണ് ആരാധകർ പറയുന്നത്. അതേസമയം സംസ്ഥാനത്തെ 234 മണ്ഡലങ്ങളിലും വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന വിജയുടെ രാഷ്ട്രീയ അരങ്ങേറ്റം തമിഴകത്ത് വൻ ചലനങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. AIADMKയെ അപ്രസക്തമാക്കി പ്രധാന പ്രതിപക്ഷ സ്ഥാനത്തേക്ക് TVK കുതിക്കുന്നുവെന്ന സൂചനകളാണ് ആദ്യ മണിക്കൂറുകളിൽ പുറത്തുവരുന്നത്. പെരമ്പൂർ, തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് തുടങ്ങിയ നിർണായക മണ്ഡലങ്ങളിൽ DMKയെയും AIADMKയെയും പിന്നിലാക്കി വിജയ് മുന്നേറുന്നത് രാഷ്ട്രീയ നിരീക്ഷകരെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ പതിറ്റാണ്ടുകൾ നീണ്ട ദ്വികക്ഷി രാഷ്ട്രീയ സമ്പ്രദായത്തിന് അന്ത്യം കുറിച്ച് മൂന്നാമതൊരു ശക്തിയുടെ ഉദയത്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം സാക്ഷ്യം വഹിക്കുന്നത്. ഏപ്രിൽ 23-ന് നടന്ന വാശിയേറിയ വോട്ടെടുപ്പിന് ശേഷം 62 കേന്ദ്രങ്ങളിലായിട്ടാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. രാവിലെ 8 മണിക്ക് തന്നെ തപാൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ തന്നെ വിജയുടെ പാർട്ടി പലയിടത്തും സാന്നിധ്യം അറിയിച്ചിരുന്നു. 8:30 വോട്ടിംഗ് യന്ത്രങ്ങളിലെ ഫലങ്ങൾ വന്നു തുടങ്ങിയതോടെ TVKയുടെ മുന്നേറ്റം വ്യക്തമായി. നഗരപ്രദേശങ്ങളിൽ 25 മുതൽ 30% വരെയും ഗ്രാമീണ മേഖലകളിൽ 15 മുതൽ 25% വരെയും വോട്ട് വിഹിതം TVK നേടുമെന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ ശരിവെക്കുന്ന രീതിയിലാണ് നിലവിലെ ട്രെൻഡുകൾ. TVK പരമാവധി 5 സീറ്റുകളിൽ ഒതുങ്ങുമെന്ന് DMK നേതാവ് TKS ഇളങ്കോവൻ ഉൾപ്പെടെയുള്ളവർ പരിഹസിച്ചിരുന്നുവെങ്കിലും നിലവിൽ 90 സീറ്റുകൾ നേടി കരുത്ത് തെളിയിക്കാനുള്ള സാധ്യതയാണ് TVK മുന്നിലുള്ളത്. AIADMKയെ പലയിടത്തും 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയ ഈ കുതിപ്പ് തമിഴ് മണ്ണിൽ വിജയ് എന്ന രാഷ്ട്രീയക്കാരൻ വേരുറപ്പിച്ചു കഴിഞ്ഞു എന്നതിന്റെ വ്യക്തമായ അടയാളമാണ്. കൊളത്തൂരിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ 5454 വോട്ടുകൾക്ക് പിന്നിലാണ്. ചെപ്പോക്ക്, തിരുവല്ലിക്കനി മണ്ഡലത്തിൽ ഇതുവരെ പിന്നിൽ നിന്ന ഉദയനിധി സ്റ്റാലിൻ ഏറ്റവും ഒടുവിൽ 300 വോട്ടുകൾ മുന്നിലാണ്. DMK കോട്ടയായ ചെന്നൈ ജില്ലയിൽ TVK തരംഗമാണുള്ളത്.
തമിഴ്നാട്ടിൽ ഞെട്ടിക്കുന്ന മുന്നേറ്റമാണ് ടിവിക്ക് നടത്തുന്നത്. നടൻ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രി കഴകം 100 സീറ്റുകൾ പിന്നിട്ടതോടെ ഒരു വമ്പൻ തെരഞ്ഞെടുപ്പ് അരങ്ങേറ്റത്തിനാണ് തമിഴ്നാട് സാക്ഷ്യം വഹിക്കുന്നത്. മറുഭാഗത്ത് നിലവിലെ ഭരണകക്ഷിയായ DMK സഖ്യം 51 സീറ്റുകളിലും ADMK സഖ്യം 70 സീറ്റുകളിലുമാണ് നിലവിൽ മുന്നിട്ട് നിൽക്കുന്നത്. തന്റെ ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ കരുത്ത് തെളിയിച്ച TVK അധ്യക്ഷൻ വിജയ് മത്സരിച്ച പെരമ്പൂർ, തിരുച്ചിറപ്പള്ളി എന്നീ 2 മണ്ഡലങ്ങളിലും മുന്നേറ്റം തുടരുകയാണ്. ആദ്യ ഫലസൂചനകൾ പുറത്തുവന്നതോടെ ചെന്നൈ പനയൂരിലെ വിജയുടെ വസതിക്ക് മുന്നിൽ ആയിരക്കണക്കിന് പ്രവർത്തകരും ആരാധകരും തടിച്ചുകൂടി ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. വിജയുടെ കുടുംബാംഗങ്ങളും സന്തോഷത്തിൽ നൃത്തം ചവിട്ടുകയാണ്. ബന്ധുവായ പല്ലവി വിനോദ് കുമാർ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോ വൈറലായി കഴിഞ്ഞു. വിജയുടെ അച്ഛൻ ചന്ദ്രശേഖറെ ചേർത്ത് പിടിക്കുന്ന ബന്ധുക്കളെ വീഡിയോയിൽ കാണാം. പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തുമാണ് പ്രവർത്തകർ നടന്റെ രാഷ്ട്രീയ പ്രവേശനത്തിലെ ഈ വലിയ നേട്ടത്തെ വരവേൽക്കുന്നത്. ദശാബ്ദങ്ങളായി തമിഴ്നാട് ഭരിക്കുന്ന DMK, AIADMK എന്നീ വൻ ശക്തികൾക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് TVK പലയിടങ്ങളിലും ലീഡ് ചെയ്യുന്നത്. തിരുച്ചിറപ്പള്ളി ഈസ്റ്റ്, പെരമ്പൂർ എന്നീ മണ്ഡലങ്ങളിൽ നിന്ന് ജനവിധി തേടുന്ന വിജയ് ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമായ ഭൂരിപക്ഷം നിലനിർത്തുന്നുണ്ട്. കേവലം ഒരു സിനിമാ താരം എന്നതിലുപരി മികച്ചൊരു രാഷ്ട്രീയ ബദലായി വിജയെ തമിഴ് ജനത സ്വീകരിക്കുന്നതിന്റെ സൂചനയാണ് ഈ പ്രാരംഭ വിജയങ്ങൾ. നടന്റെ വസതിക്ക് മുന്നിൽ പുഷ്പവൃഷ്ടി നടത്തിയും പാർട്ടിയുടെ കൊടികളേന്തി നൃത്തം ചെയ്തുമാണ് പ്രവർത്തകർ ഈ നിമിഷം ആഘോഷിക്കുന്നത്. കനത്ത സുരക്ഷയാണ് ചെന്നൈ പനയൂരിലെ വിജയുടെ വീടിനും പരിസരത്തും പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഉച്ചയോടെ കൂടുതൽ ഫലങ്ങൾ പുറത്തുവരുന്നതോടെ തമിഴ്നാട്ടിലെ പുതിയ രാഷ്ട്രീയ ചിത്രം വ്യക്തമാകുമെന്ന പ്രതീക്ഷയിലാണ് രാഷ്ട്രീയ നിരീക്ഷകരും ആരാധകരും. തമിഴക വെട്രി കഴകം തിരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റം തുടരുന്നതിനിടെ അദ്ദേഹത്തിന്റെ വ്യക്തിഗത ജ്യോത്സ്യൻ രാധൻ പണ്ഡിറ്റ് പൂച്ചെണ്ടുമായി പനയൂരിലെ വസതിയിലെത്തി. വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ TVK പല മണ്ഡലങ്ങളിലും ലീഡ് ഉയർത്തിയതോടെയാണ് അഭിനന്ദനങ്ങളുമായി രാധൻ പണ്ഡിറ്റ് വിജയെ കാണാനെത്തിയത്. ജ്യോത്സ്യന്റെ സന്ദർശനത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ വിജയുടെ ഈ രാഷ്ട്രീയ വിജയം നേരത്തെ തന്നെ പ്രവചിക്കപ്പെട്ടതാണെന്ന അവകാശവാദവുമായി ആരാധകരും രംഗത്തെത്തി കഴിഞ്ഞു. പാർട്ടിയുടെ ലീഡ് നില മെച്ചപ്പെടുന്നതിനിടയിലുള്ള ഈ സന്ദർശനം പ്രവർത്തകർക്കിടയിൽ ആവേശം ഇരട്ടിയാക്കിയിട്ടുണ്ട്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.